ഹലോ. അപ്പോൾ ഇന്ന് ഹോം ടൂറാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാൻ പാലുകാച്ചിൻ്റെ വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ പറഞ്ഞായിരുന്നു ഹോം ടൂർ ഇടാന്ന്. അപ്പോൾ മൊത്തത്തിൽ ഒന്ന് കാണിക്കാം. ആധികാരികമായി പറയാനൊന്നും എനിക്കറിയില്ല, എന്നാലും കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശമൊക്കെ മനസ്സിലാവുമല്ലോ, അത്രയേ ഉള്ളൂ. അപ്പം മുറ്റത്തിൻ്റെ പണികൾ കുറച്ചും കൂടെയൊക്കെ ബാക്കിയുണ്ട് കേട്ടോ. പോളിഷ് ചെയ്യാനും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അവിടെ പുല്ലൊക്കെ പിടിപ്പിക്കേണ്ടതാണ്. പിന്നെ നമ്മൾ കയറി വരുമ്പോൾ തന്നെ ലൈറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ, മതിലിലും എല്ലായിടത്തും ലൈറ്റ് കാര്യങ്ങൾ അത്യാവശ്യം സെറ്റ് ചെയ്തിട്ടുണ്ട്. കാർ പോർച്ചിൻ്റെയൊക്കെ പണി കഴിഞ്ഞ് വരുന്നതേ ഉള്ളൂ. ഇതാണ് ഇങ്ങേ സൈഡിലുള്ള മുറ്റം. അത്യാവശ്യം ചെറിയൊരു പാർട്ടി നടത്താനുള്ള മുറ്റം തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ സിറ്റ് ഔട്ടിൽ ഇങ്ങനെ ഒരു ബെഞ്ചും ഒരു കസേരയും അറേഞ്ച് ചെയ്തിട്ടുണ്ട് വുഡിൻ്റെ തന്നെ. പിന്നെ ഫാന് കാര്യങ്ങളൊക്കെ അവിടെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ലൈറ്റ് സെറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. കയറി ചെല്ലുന്നിടത്ത് ഗ്രീൻ കളറുള്ള മാറ്റാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ എല്ലാ റൂമിലും കയറി വരുന്ന സിറ്റ് ഔട്ടിലടക്കം തിരുഹൃദയത്തിൻ്റെ രൂപം സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇത് ഹാളാണ്. ഹാളിൽ രണ്ട് സൈഡിൽ ഫാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ദിവാൻ കോട്ട്, പ്രെയർ റൂമും അവിടെ തന്നെയാണ് കേട്ടോ. പിന്നെ നല്ല ലൈറ്റ് സെറ്റിങ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഹാളിൽ നിന്നാൽ തന്നെ എല്ലാ റൂമുകളും കാണാൻ പറ്റും. ഇതാണ് ഫാമിലി ഫോട്ടോ. ഇവിടുത്തെ ചേട്ടനും ചേച്ചിയും 2 ആമക്കളുമാണുള്ളത്. ഒരാൾ UK-യിലാണ്, ഒരാൾ നാട്ടിലുണ്ട്. രൂപക്കൂടിന് താഴെയായിട്ട് ഇങ്ങനെ ഒരു കബോർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ തിരി സാധനങ്ങൾ കൊന്തകളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. ഇത് ഹാളിൽ നോക്കുമ്പോൾ ആദ്യത്തെ ബെഡ്റൂമാണ്. അവിടെ അത്യാവശ്യം ലൈറ്റ് സെറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു അലമാര, ഒരു കബോർഡ് ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമാണ്. പിന്നെ ഒരു മിറർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ തൽക്കാലം AC കാര്യങ്ങളൊന്നും പിടിപ്പിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, UK-യിലുള്ള സന്തോഷിൻ്റെ റൂമാണ്. അപ്പോൾ അവൻ വരുമ്പോഴത്തേക്കും AC കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യും. ഇത് ഹാളിലുള്ള കോമൺ ബാത്റൂമാണ്. 3 റൂം അറ്റാച്ച്ഡും 1 റൂം അറ്റാച്ച്ഡും അല്ല കേട്ടോ. ഇതാരെങ്കിലും ഗസ്റ്റുകളൊക്കെ വരുമ്പം കിടക്കുന്ന റൂമാണ്. ഇതാണ് ആനന്ദിൻ്റെ റൂം. അവിടെ അത്യാവശ്യം ലൈറ്റ് സെറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. AC ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അവർക്ക് യൂസ് ചെയ്യുന്ന റൂമാണത്. പിന്നെ എല്ലാ റൂമിലും ഞാൻ പറഞ്ഞില്ലേ, തിരുഹൃദയത്തിൻ്റെ രൂപം കൊടുത്തിട്ടുണ്ട്. അവിടെ കബോർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു മിറർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമാണ്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ചേച്ചിയും ചേട്ടനും കിടക്കുന്ന റൂമാണ് കേട്ടോ. അത്യാവശ്യം വലിപ്പമുള്ളൊരു റൂമാണിത്. 2 അലമാരയും ബെഡും പിന്നെ ഒരു മേശയും കാര്യങ്ങളൊക്കെ എല്ലാം അത്യാവശ്യം കൊള്ളുന്നൊരു റൂമാണിത്. എക്സ്ട്രാ ഒരു മിറർ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ ഒരു തിരുഹൃദയത്തിൻ്റെ രൂപമുണ്ട്. പിന്നെ അറ്റാച്ച്ഡ് ബാത്റൂമാണുള്ളത്. അവിടെ തന്നെ ഒരു കബോർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, കൂടുതൽ പറയാൻ എനിക്കറിയില്ല, എന്തൊക്കെയാണ് പറയേണ്ടതെന്നൊന്നും അറിയില്ല. അതുകൊണ്ടാണ് ഇടയ്ക്ക് ഗ്യാപ്പ് വരുന്നത്. ഇനി നമ്മൾ ഡൈനിങ്ങിലേക്ക് പോവാണ്. ഡൈനിങ്ങിൽ അത്യാവശ്യം ലൈറ്റ് സെറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു കബോർഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ തിരുവത്താഴത്തിൻ്റെ ഒരു ഫോട്ടോ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു വാഷിംഗ് ഏരിയയാണ്. അവിടെയും കബോർഡ്, മിറർ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ കിച്ചണാണ് കേട്ടോ. കിച്ചണിൻ്റെ അവിടെ ഒരു ഡോറ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് അവിടുന്ന് കാണാൻ പറ്റുന്ന ഒരു ഡോറ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യം പറഞ്ഞാൽ നമ്മുടെ ഫ്രിഡ്ജ് വെക്കാനൊരു ഏരിയ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓവന് കാര്യങ്ങൾ വെക്കാനുള്ള സ്ഥലമുണ്ട്. അതുപോലെ തന്നെ മേളിലും താഴെയായിട്ട് ഒരുപാട് കബോർഡ്സ് വെച്ചിട്ടുണ്ട്. ചേച്ചിക്ക് ഇഷ്ടംപോലെ സാധനങ്ങൾ എടുത്ത് വെക്കാനുള്ള സ്ഥലമുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞ ഇവിടെ ഒരു സോഫ ഇട്ടിട്ടുണ്ട്. എടുത്ത് കഴിയുമ്പം ഇരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കറക്കി അരിയാനോ കാര്യങ്ങൾക്കൊക്കെ ഇരുന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സോഫ ഇട്ടിട്ടുണ്ട്. ഇത് നമ്മുടെ വീടാണ് കേട്ടോ. അപ്പോൾ കാണുന്ന വെളിച്ചം കാണുന്നത് നമ്മുടെ വീടാണ്. പിന്നെ ഇത് കബോർഡോട് കൂടി തന്നെ വേസ്റ്റ് ബോക്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ വീടിൻ്റെ ഒരു ഫുൾ വ്യൂ എന്ന് പറയുന്നത്.
അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നിങ്ങൾ തുടക്കക്കാർക്ക് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ കൂടുതലും ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നത്. ഓക്കെ, ബൈ.